മരുമക്കത്തായത്തിൻ്റെ തകർച്ചയോട് കൂടിയിട്ട് അതിപ്പോൾ നമുക്കല്ല ദുഃഖം തോന്നിയിരുന്നത് നമ്മുടെ മുൻ തലമുറയ്ക്ക്. എൻ്റെ അമ്മയൊക്കെ ഇരുന്നിട്ട് ആ പഴയ അച്ഛന്മാരുണ്ടായിരുന്ന കാലം മറ്റവരുണ്ടായിരുന്ന കാലം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദുഃഖിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാലം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടപ്പോഴേക്ക് ഇതിൻ്റെ ഒരു തകർച്ചയാണ്. ആ തകർച്ചകളിൽ എന്താ വെച്ചാൽ നമ്മൾക്ക് പരസ്പരമുള്ള വഴക്കുകൾ, ഭാഗം തിരിഞ്ഞ് പോകൽ, ഓരോരുത്തരും ഓരോ ഭാഗമായിട്ട് പോകൽ. അപ്പോൾ ഒരു വലിയ സ്ഥാപനം അങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതാവും നമ്മൾ കാണുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ പറയണത് ആ ആധാരത്തിൻ്റെ കോപ്പിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ 64 പേരാണ്. 64 പേര്, 32 കുട്ടികളും, 64 സീനിയേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പങ്കുവെച്ച് പോകുന്നത്. കടവും ധനവും ഒപ്പമാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇത്രയൊക്കെ അസറ്റ്സ് ഉണ്ട്, പക്ഷേ അതേസമയത്ത് ഇത്രയും കടങ്ങളും ഉണ്ട്. അത് പിന്നെ സമൂഹത്തിൽ മൊത്തം പറ്റിയ ഒരു മാറ്റമാണ് വന്നിട്ടില്ല. ഈ കൂട്ടുകുടുംബ വ്യവസായയുടെ തകർച്ച ഇതൊക്കെ വന്നിട്ടുള്ളത്. അതേസമയത്ത് പഴയ സമ്പ്രദായങ്ങൾ നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് പേര്, അതല്ലാത്ത അത് ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ സ്വത്തുണ്ടാക്കുകയോ ഒക്കെ ചെയ്തിരുന്ന കാരണവന്മാർക്ക് വേറെ സ്ഥലമാണ്. പഠിപ്പുരയുടെ അവരുടെ ഭക്ഷണം വേറെയാണ്, അവരുടെ വെപ്പ് വേറെയാണ്, അത് വേറെ ഒന്ന്. അങ്ങനത്തെ ഒരു ഇത് അതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. ഞാൻ വന്നപ്പോഴേക്കൊക്കെ മാറിയിരിക്കുന്നു. ചെറിയ തോതിലേ കൃഷിയുള്ളൂ. നല്ല കാലാവസ്ഥയും നല്ല മഴയും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല കാലത്ത് വിത്ത് വിതയ്ക്കാൻ പറ്റിയാൽ നമുക്ക് കർക്കിടകത്തിൽ കൊയ്യാം. അത് പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്.